T20 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇതുവരെ മറ്റൊരു ടീമിനും സാധിച്ചിട്ടില്ലാത്ത അപൂർവ നേട്ടമാണ് ഇന്ത്യ തങ്ങളുടെ പേരിൽ ഇത്തവണ കുറിച്ചത്. തുടർച്ചയായി 2 തവണ ചാമ്പ്യന്മാരായ ആദ്യ ടീമായി ഇന്ത്യ മാറിയെന്നതാണ് ആദ്യത്തെ കാര്യം. കൂടാതെ കിരീടമുയർത്തിയ ആദ്യത്തെ ആതിഥേയ ടീമെന്ന റെക്കോർഡും സൂര്യകുമാർ യാദവിനെയും സംഘത്തെയും തേടിയെത്തുകയും ചെയ്തു. ഇനി 2028 അടുത്ത T20 ലോകകപ്പും സ്വന്തമാക്കി ഹാട്രിക് കിരീടമാണ് ഇന്ത്യ സ്വപ്നം കാണുന്നത്. അടുത്ത 2 വർഷങ്ങൾ ഇനി ടീമിന് അതിനായുള്ള തയ്യാറെടുപ്പിന്റെയും സമയമായിരിക്കും. ഈ ലോകകപ്പിൽ ഇന്ത്യൻ കുപ്പായത്തിൽ കണ്ട ചില താരങ്ങളെ അടുത്ത എഡിഷനിൽ കാണാനായേക്കില്ല. ഇവർ ആരൊക്കെയാവുമെന്ന് നോക്കാം. നമസ്കാരം, ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ നിലവിലെ T20 ക്യാപ്റ്റൻ കൂടിയായ സൂര്യകുമാർ യാദവാണ്. ഇത്തവണ ലോകകപ്പ് നേട്ടത്തിനു ശേഷം അദ്ദേഹം ഈ ഫോർമാറ്റിൽ നിന്നും വിരമിച്ചേക്കുമെന്നും കരുതപ്പെട്ടിരുന്നു. പക്ഷെ എല്ലാം നല്ല രീതിയിൽ പോകുമ്പോൾ എന്തിന് അങ്ങനെയൊരു തീരുമാനമെടുക്കണമെന്നാണ് വിരമിക്കലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് സ്കൈ പ്രതികരിച്ചത്. ക്യാപ്റ്റൻസിയിൽ കയ്യടി നേടിയെങ്കിലും ബാറ്റർ എന്ന നിലയിൽ കഴിഞ്ഞ ലോകകപ്പ് അദ്ദേഹത്തിന് അത്ര മികച്ചതായിരുന്നില്ല. 9 ഇന്നിംഗ്സുകളിൽ നിന്നും 30.25 ശരാശരിയിൽ 136 സ്ട്രൈക്ക് റേറ്റിൽ 242 റൺസാണ് സൂര്യയ്ക്ക് നേടാനായത്. ഫൈനലിലടക്കം അദ്ദേഹം ബാറ്റിംഗിൽ വൻ പരാജയവുമായി മാറി. ക്യാപ്റ്റൻസിയിൽ നിന്നു മാറാൻ സൂര്യയ്ക്ക് താൽപ്പര്യമില്ലെങ്കിലും അദ്ദേഹത്തെ അധികനാൾ ഈ റോളിൽ നിർത്താനുള്ള സാധ്യത കുറവാണ്. മോശം ഫോം മാത്രമല്ല, പ്രായവും സൂര്യയ്ക്ക് തിരിച്ചടിയാണ്. അദ്ദേഹം ഇപ്പോൾ 35-ൽ നിന്നും 36-ലേക്ക് കടക്കുകയാണ്. അടുത്ത T20 ലോകകപ്പ് ആവുമ്പോഴേക്കും പ്രായം 38-ലും എത്തും. ദേശീയ ടീമിൽ അവസരം കാത്ത് നിരവധി പേരാണ് പുറത്തു നിൽക്കുന്നത്. ഇതിനാൽ സൂര്യയെ അധികനാൾ ടീമിൽ നിലനിർത്താനും സാധ്യതയില്ല. 2024 മുതലാണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഫോമിൽ ഇടിവ് വന്നു തുടങ്ങിയത്. ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദവും ഇതിന് കാരണമായിരിക്കാം. 2024 മുതലെടുത്താൽ 50 T20കളാണ് സൂര്യ കളിച്ചത്. 26.30 ശരാശരിയിൽ 148 സ്ട്രൈക്ക് റേറ്റിൽ നേടിയത് 1131 റൺസുമാണ്. 8 50കളടക്കമാണിത്. ഈ വർഷം തന്നെ സൂര്യയ്ക്കു പകരം ഇന്ത്യയ്ക്ക് പുതിയൊരു T20 ക്യാപ്റ്റനെ കാണാനായേക്കാം. അങ്ങനെ വന്നാൽ അദ്ദേഹത്തെ പിന്നെ ദേശീയ ടീമിലും കണ്ടേക്കില്ല. ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജാണ് അടുത്ത T20 ലോകകപ്പിൽ ഇന്ത്യക്കുവേണ്ടി കളിക്കാനിടയില്ലാത്ത രണ്ടാമത്തെയാൾ. ഇത്തവണ ആദ്യം പ്രഖ്യാപിച്ച ഇന്ത്യൻ സ്ക്വാഡിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നില്ല. പരിക്കു കാരണം ഹർഷിത് റാണയ്ക്കു ടൂർണമെന്റിന് തൊട്ടുമുമ്പ് പിന്മാറേണ്ടി വന്നതോടെ പകരം സിറാജിന് വിളിയെത്തുകയായിരുന്നു. USA-ക്കെതിരായ ആദ്യ മത്സരത്തിൽ മാത്രമേ അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിച്ചുള്ളൂ. 29 റൺസിന് 3 വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തു. 2024 തൊട്ടുമുമ്പത്തെ T20 ലോകകപ്പിലും സിറാജ് ടീമിലുണ്ടായിരുന്നെങ്കിലും വെറും 3 മത്സരങ്ങളിൽ മാത്രമേ അവസരമുണ്ടായുള്ളൂ. 2017 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയെങ്കിലും വെറും 17 T20കളിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ. അതിനാൽ അടുത്ത T20 ലോകകപ്പിൽ അദ്ദേഹത്തെ കാണാനുമിടയില്ല. മിസ്റ്ററി സ്പിന്നറുമായ വരുൺ ചക്രവർത്തിയാണ് അടുത്ത ലോകകപ്പ് സംഘത്തിൽ കാണാനിടയില്ലാത്ത മൂന്നാമത്തെയാൾ. ഇത്തവണ ഗ്രൂപ്പ് ഘട്ടത്തിൽ നന്നായി ബൌൾ ചെയ്തെങ്കിലും സൂപ്പർ 8 മുതൽ അദ്ദേഹത്തിന് ശരിക്കും തല്ലുകിട്ടി. സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ് തുടങ്ങിയവരെല്ലാം വരുണിനെ ശരിക്കും കൈകാര്യം ചെയ്തു. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ 64 റൺസാണ് അദ്ദേഹം വാരിക്കോരി നൽകിയത്. ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ 3 ഓവറിൽ 39 റൺസും വിട്ടുകൊടുത്തു. വരുണിനെ ഇപ്പോൾ ബാറ്റർമാർ വായിച്ചെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ദൗർബല്യം മറികടന്നാൽ മാത്രമേ 34-കാരനെ അടുത്ത തവണ കാണാനിടയുള്ളൂ. സൂര്യകുമാറും സിറാജും വരുൺ ചക്രവർത്തിയും ഇല്ലാത്ത ഒരു T20 ടീമിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകി ഇന്ത്യ ഈ പരീക്ഷണത്തിന് മുതിരണോ? അതോ ഇവരെ നിലനിർത്തണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ആവേശകരമായ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഫാസ്റ്റ് ക്രിക്കറ്റ് ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.